നിന്റെ തന്തപ്പടിയാണല്ലോടി. ഹലോ. ഹരീഷേ. ഹരീഷാണ്. ആരാ സംസാരിക്കുന്നത്? വേണമെന്ന് പറയും. ഇയാളുടെ ഭാര്യയുടെ അച്ഛനാ. എന്തു വേണം? എനിക്ക് മോളോടും സംസാരിക്കണമായിരുന്നു. തൽക്കാലം പറ്റില്ല. മോനെ, ഞാൻ അവളുടെ അച്ഛനാടാ. അതിന് ഞാൻ എന്ത് വേണം? മോളെ, മോക്ക് വേറെ വിശേഷമൊന്നുമില്ല? ഒന്നുമില്ല. ക്ഷീണമുണ്ടോ മോളെ? ഇല്ല. സന്തോഷായിട്ടിരിക്കണോട്ടോ. ഹരീഷിനോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അവൻ വളരെ നല്ലവനാ, ആണത്തുള്ളവനാ. ഹരീഷ് ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതില് അതില് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പതുക്കെ പതുക്കെ മാറിക്കോളും. അവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ചില ന്യായങ്ങളൊക്കെ കാണും. അക്കാര്യത്തെ ചൊല്ലി നിങ്ങൾ തമ്മിൽ പിണക്കൊന്നും വേണ്ട കേട്ടോ. ഇനി മോൾക്കെല്ലാം മോളുടെ ഭർത്താവായ ഹരീഷാണ്. 5 മിനിറ്റിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യ പിണക്കം നീട്ടിക്കൊണ്ടു പോകരുത്. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ? ശരി അച്ഛാ. എന്താ വേണോട്ടാ? മക്കളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ മറ്റൊരുത്തന്റെ കയ്യിൽ കൊടുക്കുന്നവരെ ആദ്യ കൊടുത്തു കഴിഞ്ഞാലോ ചങ്കില് തീ. ഏത് മക്കളുടെ കാര്യം വേണോട്ട് നീ പറയുന്നേ? വേറെ ആരുടെയാ? ശ്രീയുടെ കാര്യ പറഞ്ഞത്. മോള് വേണുവേട്ടനെ വിളിച്ചോ? വിളിച്ചു. നീ പേടിക്കണ്ട. മരുമകൻ അസഭ്യൊന്നും പറഞ്ഞില്ല. ജഗന്നാഥേട്ടൻ രാവിലെ എണീറ്റോ? ഗീത ഒരു ചായ. പത്മാവതി, മോളുടെ കാര്യം പത്മാവതി പറഞ്ഞതുമില്ല, ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചതുമില്ല. കുട്ടി എന്താ പഠിക്കുകയാണോ? അവളുടെ കല്യാണം കഴിഞ്ഞു. വളരെ സന്തോഷം. എവിടെയാ അവളെ കല്യാണം കഴിച്ചയച്ചത്? അതിപ്പോ ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ, പിറകെ അറിഞ്ഞാ മതി. എന്തായാലും ജഗന്നാഥേട്ടൻ അറിയാവുന്ന ഒരാളുടെ മകൻ തന്നെയാ എന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അംബിക കല്യാണത്തിനെതിരും നിന്നില്ലേ? അവൾ ഒരുപാട് തന്ത്രങ്ങളൊക്കെ പയറ്റി അവളുടെ തലതെറിച്ച മകനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ. മാഡം, പക്ഷെ നടന്നില്ല. ദൈവം അതിന് അനുവദിച്ചില്ല. മകളുടെ കല്യാണത്തിന് പത്മ ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലല്ലോ. അത്തരം സന്തോഷങ്ങളൊക്കെ ദൈവം എനിക്ക് നിഷേധിച്ചിട്ട് കാലം എത്രയായി. മനോഹരമായി പ്രണയിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ച 2 പേർ. നിങ്ങളുടെ ജീവിതം തകരാൻ ഞാനും ഒരു കാരണക്കാരനെന്ന് ഓർക്കുമ്പോ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ കാരണം കണ്ടെത്തിയവര് വേറെയല്ലേ ജഗന്നാഥേട്ടാ? അവരുടെ ലക്ഷ്യം വിജയം കണ്ടു. എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? പെട്ടെന്ന് ഇവിടെ വരണമെന്ന് തോന്നി, പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരിങ്ങ് പോന്നു. കുഴപ്പമില്ല, ഞാൻ ചിലപ്പോ തോട്ടത്തിലോ ബാങ്കിലോ ഒക്കെ പോവും, അത്രേ ഉള്ളൂ. സാറുവാ അകത്തോട്ടിരിക്കാം. അല്ല, എനിക്ക് ഉടൻ തന്നെ പോണം.
ആ പിന്നെ കുറുപ്പമാവ ആ വളരെ റെസ്പെക്ടോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പോനെ? കുറുപ്പമാവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നില്ലേ എന്റെ അച്ഛൻ വേണുഗോപാല്? അതെ, ആയിരുന്നു. അതിലെന്താ ഇത്ര സംശയം? പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകനെ സാറിന്ന് വിളിക്കുന്നത് ശരിയാണോ? ആ കൂട്ടുകാരന്റെ മകൻ ഇന്ന് സൂര്യമംഗലം കോവിലകത്ത് കൊച്ചു തമ്പുരാനാ. ഹ, എന്റെ പൊന്നമ്മാവ, ഞാൻ ഒരു തമ്പുരാനും തമ്പുരാട്ടിയൊന്നുമല്ല. ഞാൻ ആ പഴയ ഡ്രൈവർ വേണുവിന്റെ മോൻ തന്നെയാ. അതോടെ എന്നെ രാജു എന്ന് വിളിച്ചാ മതി. ആ, എന്നാലേ മറ്റാരും കാണാത്തപ്പോ രാജുമോനെ എന്ന് വിളിക്കാം, അല്ലാത്തപ്പോ സാറ്. എന്താ, തൃപ്തിയായോ? അക്കൗണ്ടന്റ് വന്നായിരുന്നോ? ഇന്നലെ വന്നിരുന്നു, ഇനി നാളെ വരും. എന്നെ ഇതുവരെ അദ്ദേഹം വിളിച്ചിട്ടില്ല. നാളെ വരുമ്പോ എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറയണം. ഓ, പറയാം. ആ, വാ.